വാഴയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഔഷധമാണ് വാഴപ്പിണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ വാഴപ്പിണ്ടി ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വാഴപ്പിണ്ടി ഉപ്പേരി എന്നാണ് പറയുക. ചില നാട്ടിൽ തോരൻ എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉപ്പേരിയാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ. അപ്പോൾ ഇന്ന് അമ്മയാണ് ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടി ഉപ്പേരി. അപ്പോൾ അമ്മേനോട് ചോദിച്ചു പയറിട്ടിട്ടാണോ വേണ്ടത് മുതിര വേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങളുടെ അവിടെ ഇത് രണ്ടും ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പയറിട്ടിട്ട് മതി പറഞ്ഞു. അങ്ങനെ വാഴപ്പിണ്ടി ബട്ടനരിഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ്, അപ്പോൾ നാട്ടിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർക്കിളി കൊണ്ടാണ് ഈ നാരൊക്കെ അതൊന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുക. അത് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും കളർ മാറാതിരിക്കാൻ. എന്നിട്ട് അതൊന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുക ഈർക്കിളി കൊണ്ട്. അപ്പോൾ ഈ നാരൊക്കെ അതൊന്നിങ്ങനെ പറ്റി പിടിച്ച് പോരും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ദുബായിൽ അതിനുള്ളൊരു സൗകര്യം ഇല്ലാത്ത കാരണം ഫോർക്ക് വെച്ചിട്ടാണ് അമ്മ അതൊക്കെ എടുത്ത് കളയുന്നത്. അതെടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് വാഴപ്പിണ്ടി ഉപ്പേരിയാക്കാനോ അല്ലെങ്കിൽ എന്ത് കറി വെക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ അങ്ങനെ പറ്റത്തുള്ളൂ. ആദ്യം പയർ വേവിക്കുക, എന്നിട്ട് അതിലോട്ട് ഈ അരിഞ്ഞ് വെച്ച വാഴപ്പിണ്ടി കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വേവിക്കുക. ഈ വാഴപ്പിണ്ടി ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ പയർ അധികം വെന്ത് കുഴഞ്ഞ് പോകാനും പാടില്ല. ഇനി നമുക്ക് കടുക് കാച്ചാൽ ഒരു പാൻ വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും ഒക്കെ കൂടിയിട്ട് ഇടിച്ച് വെച്ചത് ചേർക്കുക. അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഒരു സവോള ചെറിയ സവോള കേട്ടോ, ചെറിയ സവോള നല്ലോണം കൊത്തിയിരിക്കുന്നത് അത് ചേർക്കുക. ഞങ്ങളുടെ ഇവിടെയൊക്കെ നന്നായിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും സവോളയൊക്കെ ഇട്ടിട്ടാണ് അമ്മ ഉപ്പേരി ഉണ്ടാക്കുക. ഓരോ നാടുകളിലും വ്യത്യസ്തമായിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുക, ഓരോ വീടുകളിലും വ്യത്യാസമായിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അമ്മ നന്നായിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും സവോളയും വേപ്പിൻ്റെ ഇലയും ഒക്കെ ചേർക്കും ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഇടിച്ച മുളക് ചേർക്കുക, കുത്തുമുളക് എന്നൊക്കെ പറയും നമ്മളിവിടെ, അത് ചേർക്കുക. അമ്മ കുറച്ച് മുളക് പൊടിയും കൂടി ഇടും കേട്ടോ ഉപ്പേരിയിലൊക്കെ. അമ്മ രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇടുക. ചിലവർ കുത്തുമുളക് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കും, മുളക് പൊടി മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കും. അമ്മ രണ്ടും കുറച്ച് ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. കുത്തുമുളകും കുറച്ചിടും, മുളക് പൊടിയും കുറച്ചിടും. അങ്ങനെയാണ് അമ്മയുടെ റെസിപ്പിയൊക്കെ അങ്ങനെയാണ്. എന്നിട്ട് അതിലോട്ട് ഈ പയറും വാഴപ്പിണ്ടിയും കൂടി വേവിച്ച് വെച്ചത് നമ്മളതിലോട്ട് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി അത് ഒക്കെ കൂടി യോജിപ്പിക്കണം. ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ കൂടി എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന വിധത്തിൽ നല്ല രീതിയിൽ യോജിപ്പിച്ച് ചേർത്ത് അത് നമ്മൾ എടുക്കണം. ഒന്ന് തീ കുറച്ച് വെച്ച് കുറച്ച് നേരം ചെറിയ തീയിലൊന്നത് വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലായിടത്തും പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക്. വാഴപ്പിണ്ടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ